ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലോട്ട് ഏവർക്കും സ്വാഗതം. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിക്ക് ഇന്ന് 74 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു വീഡിയോ റിലീസായിട്ടുണ്ട് യൂട്യൂബിൽ. ലിൻഡോ കുര്യനാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. റിട്ടേൺ ഓഫ് ദ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ വീഡിയോ റിലീസായിട്ടുള്ളത്. നേരെ വീട്ടിലോട്ട് പോകാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് പൃഥ്വിരാജിന്റെ സൗണ്ട് മിസ്സിംഗ് ആണ്. റോഷാക്ക്, ബ്രഹ്മയുഗം, കണ്ണൂർ സ്കോഡ്, റോഷാക്ക്. ലിൻഡോ കുര്യൻ പ്രസന്റ്. റിട്ടേൺ ഓഫ് ദ കിങ്. Unbelievable what he's doing. So to have played a gay man, Kadal the Core, biggest superstar in Malayalam cinema. How many individual actors will do this kind of experience? I have to mention this about him. Jyotika, Amongst all the superstars, I think he's a real hero. the real hero. I was like, I've never been afraid of an actor's teeth before. I was like completely stunned the way Mammootty stares into a mirror. നൻപകൽ നേരത്ത് മയക്കം. Scene rendered by a stunning actor. He can be Nanpagal Nerathu Mayakkam in Bullets where he becomes somebody else, and he can be that Kadal guy who's very quiet. But even at his younger peak, there was always a Vijayan or Amaram. Ladies and gentlemen, you are watching a master at work. പഴശ്ശിരാജ, രാജമാണിക്യം, കഥാപാത്രങ്ങളുടെ ഒരുപാട് ലാലേട്ടൻ, ധ്രുവം, സൂര്യമാനസം, അംബേദ്കർ. ഒരു ആക്ടർക്ക് നല്ല റേഞ്ച് ഉണ്ട്. He has done everything. ഷോർട്ട് ലാക്ക് அந்த எமோஷனை கன்வே பண்றது ரொம்ப சேரல் மட்டும்தான் அந்த க்ளோஸ் அப்ல நடிக்கிறது. നമ്മൾ ഒരു ഇഞ്ച് സ്പർശിച്ചാലും 1000 അടി താഴേക്ക് കുടിച്ചു ചെന്നാലും അഭിനയ സമൃദ്ധമായ രഞ്ജി പണിക്കരുടെ സൗണ്ട് വോയിസ്. ഓ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറെ നാളായിട്ട് മിസ്സിംഗ് ആണ്. I think I know who is back. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. ഒടുവിലാ ദിവസം വന്നെത്തി. വെൽക്കം ബാക്ക് രാജാവ് തിരിച്ചു. ടു അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. many years of regret. ലിൻഡോ കുര്യൻ, അടിപൊളി വീഡിയോ കേട്ടോ. സൂപ്പർ ഒരു വീഡിയോ ആയിരുന്നു. ദ റിട്ടേൺ ഓഫ് ദ കിങ് മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ ഒരു വീഡിയോ ആയിരുന്നു. നമുക്ക് ഇവിടെ ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗങ്ങളൊക്കെ കോർത്തിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ. അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേക്ക് അദ്ദേഹത്തെ തിരിച്ചു വരവ്, കാരണം 6 മാസമായിട്ട് അദ്ദേഹം മലയാള സിനിമയിലില്ല. അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന് ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം ഒരു വിശ്രമത്തിലായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും തിരിച്ചു വരികയാണ്. അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അസുഖങ്ങൾക്ക് മാറി ഇപ്പോൾ റെസ്റ്റിലാണ്. അദ്ദേഹം വീണ്ടും പഴയ പോലെ പടത്തിലോട്ടൊക്കെ അഭിനയിച്ച് തുടങ്ങും എന്നാണ് അറിയുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു സൂപ്പർ ഒരു വീഡിയോ ആയിരുന്നു ദ കിങ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ ഇന്ന് സാമ്രാജ്യം 4K ടീസർ ഞാൻ കണ്ടു. സത്യം പറയാലോ, ഈ സിനിമയാണ് നിങ്ങൾ തിയേറ്ററിലോട്ട് വീണ്ടും റിലീസ് ചെയ്യാനിരിക്കുന്ന ഈ ട്രെയിലർ ഉള്ള ആ സിനിമയാണെങ്കിൽ വേണ്ട, റിലീസ് ചെയ്യാത്തത് നല്ലത്. കാരണം 4K എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താ, ആ പഴയ സിനിമ അതുപോലെ എടുത്തു വെച്ച് കുറച്ച് മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിലർ ആ ടീസറിലാണ് എനിക്ക് തോന്നിയതാണ്. ഒരു വ്യത്യാസം തോന്നുന്നില്ല. ഞാൻ രണ്ടും കണ്ടു. പഴയ ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗം എടുത്ത് കണ്ടു, ഇതും കണ്ടു. പുതിയതിപ്പോൾ നിങ്ങൾ ഇറക്കിയ 4K ട്രെയിലറും കണ്ടു, ടീസറും കണ്ടു. രണ്ടിലും ഒരേപോലെ ക്വാളിറ്റിക്ക് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. സത്യം പറഞ്ഞില്ല, ആകെ വ്യത്യാസം തോന്നിയത്
ആ ഒരു മ്യൂസിക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് BGM, വേറെ ഒന്നും വ്യത്യാസം തോന്നിയില്ല. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ട് ഇറക്കാൻ നോക്കുക സിനിമ ഇറക്കുകയാണെങ്കിൽ 4K തന്നെ. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.